എയ്ത്ത് മെട്രിക്സ് നോക്കുക, ദറ്റ് ഇസ് 4 5 3 4. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, നല്ല ഈസിയാണ്. ഇപ്പം എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, എ ഈക്വൽസ് ഐ എ എന്ന് എഴുതാം. എയുടെ ഭാഗത്ത് ഈ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദറ്റ് ഇസ് 4 5 3 4, ദറ്റ് ഇസ് ഈക്വൽ ടു ഐയുടെ ഭാഗത്ത് 1 0 0 1 ഇൻറ്റു എ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 4നെ 1 ആക്കണം. ഇപ്പം എന്ത് ചെയ്താൽ മതി, ഈ 4നെ 1 ആക്കാൻ റോ നമ്പർ 1 ചേഞ്ചസ് ടു 1/4 ഇൻറ്റു റോ നമ്പർ 1 ചെയ്താൽ മതി അല്ലേ. 4നെ 1 ആക്കാൻ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇയാളിനെ മാത്രം നമുക്ക് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോ നമ്പർ 1ലത്തെ എല്ലാ എലമെൻസിനും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ തന്നെ ചേഞ്ച് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊടുക്കാം. അതായത് റോ നമ്പർ 1നെ വേണമെങ്കിൽ റോ നമ്പർ 1 മൈനസ് റോ നമ്പർ 2 ചെയ്യാം. ഈ കേസിൽ എന്താ വെച്ചാൽ നോക്കിയേ, ഇവിടെ റോ നമ്പർ 1ലത്തെ എലമെന്റ് ആണ് 4 അല്ലേ. അപ്പോൾ 4 ചേഞ്ചസ് ടു 4 മൈനസ് 4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താ 3. ഇപ്പോൾ 4 മൈനസ് 3 എന്താണ് 1. അപ്പോൾ നോക്കിയേ 4 ചേഞ്ചസ് ടു 1 ആയി മാറി. ഈ രണ്ട് റോസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടണ ഇൻവേഴ്സ് സെയിം തന്നെ ആയിരിക്കും. പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒക്കെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണത്, റോ 1 ചേഞ്ചസ് ടു 1/4 ഇൻറ്റു റോ 1 ആണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ റോ നമ്പർ 1ലത്തെ എല്ലാ എലമെൻസിനും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4 ഇൻറ്റു 4 ദാറ്റ് ഇസ് 1, 1/4 ഇൻറ്റു 5 ദാറ്റ് ഇസ് 5/4, 1/4 ഇൻറ്റു 1 ദാറ്റ് ഇസ് 1/4, 1/4 ഇൻറ്റു 0 ദാറ്റ് ഇസ് 0. ഇനി റോ 2ലത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം, ദാറ്റ് ഇസ് 3 4 0 1. ഇനി എന്ത് ചെയ്യണം, ഈ 3നെ നിങ്ങൾ 0 ആക്കുക. അപ്പം എങ്ങനെ 0 ആക്കും, നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. 3 എന്ന് പറയുന്നത് റോ നമ്പർ 2ലത്തെ എലമെന്റ് ആണ്. അപ്പം നമ്മൾ റോ നമ്പർ 2നാണ് ചേഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ റോ നമ്പർ 2 ചേഞ്ചസ് ടു റോ നമ്പർ 2 മൈനസ് 3 ടൈംസ് റോ നമ്പർ 1 എന്ന് എടുക്കാം അല്ലേ. ഇപ്പോൾ റോ നമ്പർ 2ലത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്, 3 4 0 ആൻഡ് 1. ഇപ്പോൾ 3 ചേഞ്ചസ് ടു എന്താണ് 3 മൈനസ് 3 ഇൻറ്റു റോ 1. ഇപ്പോൾ 3ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താ 1 ആണ്. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1. ഇപ്പോൾ 3 മൈനസ് 3 ദാറ്റ് ഇസ് 0. ഇപ്പോൾ 3 ചേഞ്ചസ് ടു 0 എന്ന് കിട്ടി. ഇനി 4ന്റെ കേസ് എടുക്കാം. അപ്പോൾ 4 ചേഞ്ചസ് ടു 4 മൈനസ് 3 ഇൻറ്റു റോ 1. അപ്പോൾ 4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ് 5/4. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 16 മൈനസ് 15/4 എന്ന് കിട്ടും, ദാറ്റ് ഇസ് 1/4. അപ്പോൾ 4 ചേഞ്ചസ് ടു 1/4 എന്നാണ് കിട്ടിയത്. അപ്പോൾ 4ന്റെ ഭാഗത്ത് ഇവിടെ 1/4 എന്ന് എഴുതാം. ഇനി 0ന്റെ കേസ് എടുക്കാം. ഇപ്പോൾ 0 ചേഞ്ചസ് ടു 0 മൈനസ് 3 ഇൻറ്റു റോ 1. അപ്പോൾ 0ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 1/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 3/4 ആണ് കിട്ടുക. അപ്പോൾ 0ന്റെ ഭാഗത്ത് മൈനസ് 3/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ചേഞ്ചസ് ടു 1 മൈനസ് 3 ഇൻറ്റു റോ 1. അപ്പോൾ 1ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ് 0 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0. 1 മൈനസ് 0 എന്താ, ദാറ്റ് ഇസ് 1. അപ്പോൾ 1 ചേഞ്ചസ് ടു 1. ഇനി റോ നമ്പർ 1ലത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം, ദാറ്റ് ഇസ് 1 5/4 1/4 0. ഇനി എന്ത് ചെയ്യണം, ഈ 1/4നെ നിങ്ങൾ 1 ആക്കി മാറ്റണം. അപ്പം എന്ത് ചെയ്താൽ മതി, 1/4നെ 1 ആക്കാൻ ഇൻറ്റു 4 ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് 1 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോ നമ്പർ 2ലത്തെ എല്ലാ എലമെന്റ്സിനും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റോ നമ്പർ 2 ചേഞ്ചസ് ടു 4 ടൈംസ് റോ നമ്പർ 2. അപ്പോൾ 4 ഇൻറ്റു 0 ദാറ്റ് ഇസ് 0, 4 ഇൻറ്റു 1/4 ദാറ്റ് ഇസ് 1, 4 ഇൻറ്റു മൈനസ് 3/4 ദാറ്റ് ഇസ് മൈനസ് 3, 4 ഇൻറ്റു 1 ദാറ്റ് ഇസ് 4. ഈ റോ നമ്പർ 1ലത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം, ദാറ്റ് ഇസ് 1 5/4 1/4 0. ഇനി എന്താ ചെയ്യേണ്ടത്, 5/4നെ നമുക്ക് 0 ആക്കണം. അപ്പോൾ 5/4 എന്ന് പറയുന്നത് റോ നമ്പർ 1ലത്തെ എലമെന്റ് ആണ്. അപ്പോൾ റോ നമ്പർ 1 ചേഞ്ചസ് ടു റോ നമ്പർ 1 മൈനസ് 5/4 ഇൻറ്റു റോ നമ്പർ 2 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 മൈനസ് 5/4 ഇൻറ്റു റോ 2. ഇപ്പോൾ റോ 2 എന്തായിരിക്കും, 1ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ദാറ്റ് ഇസ് 0. അപ്പോൾ 1 മൈനസ് 0 ദാറ്റ് ഇസ് 1 എന്ന് കിട്ടും. അപ്പോൾ 1 ചേഞ്ചസ് ടു 1. ഈ 1ന്റെ ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 5/4 എടുക്കാം. അപ്പോൾ 5/4 ചേഞ്ചസ് ടു 5/4 മൈനസ് 5/4 ഇൻറ്റു റോ 2.
ഇവിടുത്തെ റോ 2 എന്തായിരിക്കും 5/4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ദാറ്റ് ഇസ് 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ ആൻസർ ദാറ്റ് ഇസ് 0. അപ്പോൾ 5/4 ചേഞ്ചസ് ടു 0. ഈ 1/4 എടുക്കുക. അപ്പോൾ 1/4 ചേഞ്ചസ് ടു 1/4 മൈനസ് 5/4 ഇൻറ്റു റോ 2. ഇവിടെ റോ 2 എന്തായിരിക്കും ഈ 1/4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ആണ് ദാറ്റ് ഇസ് -3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം -3. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് 16/4 എന്ന് കിട്ടും ദാറ്റ് ഇസ് 4. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 4. 0 എടുക്കുക. 0 ചേഞ്ചസ് ടു 0 മൈനസ് 5/4 ഇൻറ്റു റോ 2. ഇപ്പോൾ 0ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 4 ആണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ക്യാൻസലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് -5 ആണ് കിട്ടുക. അപ്പോൾ 0 ചേഞ്ചസ് ടു -5. ഈ റോ നമ്പർ 2ത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം ദാറ്റ് ഇസ് 0 1 -3 4. അപ്പോൾ നമ്മുടെ A ഇൻവേഴ്സ് എന്താണ് ദാറ്റ് ഇസ് മെട്രിക്സ് 4 -5 -3 4. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. 3 10 2 7. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ A ഈക്വൽസ് IA എന്ന് എഴുതാം. എയുടെ ഭാഗത്ത് മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഇസ് 3 10 2 7. ദാറ്റ് ഇസ് ഈക്വൽ ടു ഐയുടെ ഭാഗത്ത് 1 0 0 1 എഴുതാം. ഈ എനെ അതേപോലെ തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഈ 3നെ നിങ്ങൾ 1 3 ഇൻറ്റു 1/3 ആണ് 1 അല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇതാണ് റോ നമ്പർ 1. ഇപ്പോൾ റോ നമ്പർ 1ത്തെ എലമെന്റ് ആണ് 3. ഇപ്പോൾ 3നെ നമുക്ക് 1 ആക്കണം. ഈ എലമെന്റിനെ മാത്രം നമുക്ക് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ റോയിലത്തെ എല്ലാ എലമെന്റ്സിനെയും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ ശബ്ദമൊക്കെ ഉണ്ടാവും. നിങ്ങളിതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നോക്കി. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/3 ഇൻറ്റു 3 എന്താണ്? ദാറ്റ് ഇസ് 1. 1/3 ഇൻറ്റു 10 എത്രയാ? 10/3. 1/3 ഇൻറ്റു 1 ദാറ്റ് ഇസ് 1/3. 1/3 ഇൻറ്റു 0 ദാറ്റ് ഇസ് 0. ഇനി R2ത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം ദാറ്റ് ഇസ് 2 7 0 1. ഇനി എന്ത് ചെയ്യണം? ഈ 2നെ 0 ആക്കി മാറ്റണം. അപ്പം എങ്ങനെ ചെയ്യും? റോ നമ്പർ 2 ചേഞ്ചസ് ടു റോ നമ്പർ 2 മൈനസ് 2 ടൈംസ് റോ നമ്പർ 1 എടുക്കുക. ഫസ്റ്റിനെ റോ നമ്പർ 1ത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം ദാറ്റ് ഇസ് 1 10/3 1/3 0. ഇനി ഈ എലമെന്റ്സിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മുടെ ചേഞ്ച് എന്താണ്? റോ നമ്പർ 2 ചേഞ്ചസ് ടു റോ നമ്പർ 2 മൈനസ് 2 ടൈംസ് റോ നമ്പർ 1. ഫസ്റ്റ് 2 എടുക്കുക. 2 ചേഞ്ചസ് ടു എന്താണ്? 2 മൈനസ് 2 ഇൻറ്റു റോ നമ്പർ 1. അപ്പോൾ 2ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1 എന്താണ്? 1 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 - 2 എന്ന് കിട്ടും ദാറ്റ് ഇസ് 0. അപ്പോൾ 2 ചേഞ്ചസ് ടു 0 എന്ന് കിട്ടി. ഇവിടെ 2യുടെ ഭാഗത്ത് 0 എഴുതാം. ഈ 7ന്റെ കേസ് എടുക്കാം. അപ്പോൾ 7 ചേഞ്ചസ് ടു എന്താണ്? 7 ചേഞ്ചസ് ടു 7 മൈനസ് 2 ഇൻറ്റു R1. ഇവിടെ R1 എന്തായിരിക്കും? 7ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1 ദാറ്റ് ഇസ് 10/3. 10/3. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 21 മൈനസ് 20/3 ദാറ്റ് ഇസ് 1/3. അപ്പോൾ 7 ചേഞ്ചസ് ടു 1/3. അപ്പോൾ 7ന്റെ ഭാഗത്ത് 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി 0ന്റെ കേസ് എടുക്കാം. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 മൈനസ് 2 ഇൻറ്റു R1. അപ്പോൾ 0ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 1/3 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1/3. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? -2/3. ഇപ്പോൾ ഇവിടെ എഴുതാം -2/3. ഇനി 1 ചേഞ്ചസ് ടു എന്താണ്? 1 ചേഞ്ചസ് ടു 1 മൈനസ് 2 ഇൻറ്റു 1ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ദാറ്റ് ഇസ് 0. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടാം. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 ആണ്. ഇതാണ് നമ്മുടെ റോ നമ്പർ 2ത്തെ എലമെന്റ്സ്. ഇനി എന്ത് ചെയ്യണം? ഈ 1/3നെ 1 ആക്കണം. അപ്പോൾ 1/3നെ എങ്ങനെ 1 ആക്കും? എന്ത് ചെയ്താൽ മതി? റോ നമ്പർ 2ത്തെ എല്ലാ എലമെന്റ്സിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 1/3 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. ഇയാളിനെ 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ റോയിലത്തെ എല്ലാ എലമെന്റ്സിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ R2 ചേഞ്ചസ് ടു 3 ടൈംസ് R2 എന്ന് കിട്ടും. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ റോ നമ്പർ 1ത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതുക ദാറ്റ് ഇസ് 1 10/3 1/3 0. ഈ റോ നമ്പർ 2ത്തെ എലമെന്റ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 0 ദാറ്റ് ഇസ് 0. 3 ഇൻറ്റു 1/3 ദാറ്റ് ഇസ് 1. 3 ഇൻറ്റു -2/3 ദാറ്റ് ഇസ് -2. 3 ഇൻറ്റു 1 ദാറ്റ് ഇസ് 3. അപ്പം ഇങ്ങനെ കിട്ടി.
ഇനി എന്ത് ചെയ്യണം? ഈ 10/3 നമുക്ക് 0 ആക്കണം. അപ്പം എന്ത് ചെയ്താൽ മതി? നമുക്ക് അറിയേണ്ടതാണ് 10/3 റോ നമ്പർ 1ത്തെ എലമെന്റ് ആണ്. അപ്പോൾ റോ നമ്പർ 1നെ എങ്ങനെ ചേഞ്ച് ചെയ്യും? റോ നമ്പർ 1 ചേഞ്ചസ് ടു റോ നമ്പർ 1 മൈനസ് 10/3 ഇൻറ്റു റോ നമ്പർ 2 എടുക്കുക. അപ്പോൾ റോ നമ്പർ 1നെ എങ്ങനെയാണ് ഈ രൂപത്തിൽ എഴുതാമെന്ന് നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10/3ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 1 ആണ്. അപ്പം നമുക്ക് 10/3 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടില്ല. ഈ 1ന്റെ ഭാഗത്ത് 10/3 ആർന്നെങ്കിൽ ഇവിടെ നമുക്ക് 0 കിട്ടിയേനെ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഈ 1നെ 10/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇയാളിനെ മാത്രം നമുക്ക് ഇങ്ങനെ 10/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? റോ നമ്പർ 2ത്തെ എല്ലാ എലമെന്റ്സിനും 10/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? R1 മൈനസ് 10/3 ഇൻറ്റു R2 ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എലമെന്റ് നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ റോ നമ്പർ 2ത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതുക. ദറ്റ് ഇസ് 0 1 -2 3. ഇനി എന്ത് ചെയ്യുക? ഈ റോയിലത്തെ എലമെന്റ്സിന് ഈ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. ദറ്റ് ഇസ് റോ നമ്പർ 1 ചേഞ്ചസ് ടു റോ നമ്പർ 1 മൈനസ് 10/3 ഇൻറ്റു റോ നമ്പർ 2. ഇപ്പോൾ റോ നമ്പർ 1ത്തെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 മൈനസ് 10/3 ഇൻറ്റു റോ നമ്പർ 2. ഇപ്പോൾ 1ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 2 എന്താണ്? ദറ്റ് ഇസ് 0. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 എന്ന് കിട്ടും. ഇവിടെ 1 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് എലമെന്റ് എടുക്കുക. ദറ്റ് ഇസ് 10/3. അപ്പോൾ 10/3 ചേഞ്ചസ് ടു 10/3 മൈനസ് 10/3 ഇൻറ്റു R2. ഇപ്പോൾ ഇയാളുടെ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 1 ആണ്. ഇവിടെ R2ന്റെ ഭാഗത്ത് 1 ആണ് വരിക. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. ഇവിടെ എഴുതാം 0. ഇനി 1/3 എടുക്കുക. അപ്പോൾ 1/3 ചേഞ്ചസ് ടു 1/3 മൈനസ് 10/3 ഇൻറ്റു R2. ഇവിടെ R2 എന്തായിരിക്കും? 1/3ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ദറ്റ് ഇസ് -2. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക -2. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ് 10 ഇൻറ്റു 2 ദറ്റ് ഇസ് 20/3. അപ്പോൾ നമുക്ക് 21/3 എന്ന് കിട്ടും. ദറ്റ് ഇസ് 7. ഇവിടെ എഴുതാം 7. ദറ്റ് ഇസ് 0 അല്ലേ? 0 ചേഞ്ചസ് ടു 0 മൈനസ് 10/3 ഇൻറ്റു R2. അപ്പോൾ 0ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 3 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ക്യാൻസലൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -10 ആണ് കിട്ടുക അല്ലേ? ഇവിടെ എഴുതാം -10. അപ്പോൾ ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ്. അപ്പോൾ A ഇൻവേഴ്സ് എന്താണ്? ദറ്റ് ഇസ് മെട്രിക്സ് 7 -10 -2 3. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ദറ്റ് ഇസ് 3 -1 -4 2. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ A ഈക്വൽസ് IA എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എയുടെ ഭാഗത്ത് മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഇസ് 3 -1 -4 2. ദറ്റ് ഇസ് ഈക്വൽ ടു ഐയുടെ ഭാഗത്ത് 1 0 0 1 ഇൻറ്റു A. നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യണം? 3നെ നമുക്ക് 1 ആക്കണം. എന്ത് ചെയ്യണം? റോ നമ്പർ 1ന് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ റോ നമ്പർ 1 ചേഞ്ചസ് ടു എന്ത് ചെയ്താൽ മതി? 1/3 ഇൻറ്റു റോ നമ്പർ 1 ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ 1/3 ഇൻറ്റു 3 ചെയ്താലാണ് അല്ലേ? 1/3 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. അപ്പം എന്ത് ചെയ്യണം? റോ നമ്പർ 1ത്തെ എല്ലാ എലമെന്റ്സിനും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 ഇൻറ്റു 3 എന്താണ്? ദറ്റ് ഇസ് 1. 1/3 ഇൻറ്റു -3 ദറ്റ് ഇസ് -1/3. 1/3 ഇൻറ്റു 1 ദറ്റ് ഇസ് 1/3. 1/3 ഇൻറ്റു 0 ദറ്റ് ഇസ് 0. ഇനി എന്ത് ചെയ്യണം? റോ നമ്പർ 2ത്തെ എല്ലാ എലമെന്റ്സിനും അതേപോലെ തന്നെ എഴുതാം. ദറ്റ് ഇസ് -4 2 0 1. ഇനി എന്ത് ചെയ്യണം? ഈ -4നെ നമുക്ക് 0 ആക്കണം. നമ്മൾ റോ നമ്പർ 2നാണ് ഇവിടെ ചേഞ്ച് കൊടുക്കേണ്ടത്. ഈ -4നെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു +4 ആഡ് ചെയ്താൽ മതി അല്ലേ? -4 +4 ആണ് 0. ഈ -4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 1 ആണ് അല്ലേ? -4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 1 ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 0 കിട്ടില്ല. ഈ 1നെ നമുക്ക് 4 ആക്കണം. അപ്പം എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 4 ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു എലമെന്റിനെ മാത്രം നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റോ നമ്പർ 1ത്തെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? റോ നമ്പർ 2 ചേഞ്ചസ് ടു റോ നമ്പർ 2 പ്ലസ് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് 4 ടൈംസ് റോ നമ്പർ 1 അല്ലേ? അപ്പോൾ -4 എങ്ങനെയാണ് 0 ആയത്? എന്ത് ചെയ്തു? -4 +
4 ടൈംസ് 1 എടുത്തു അല്ലെ. ഇതിനെ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? -4 എന്ന് പറയുന്നത് റോ നമ്പർ 2ത്തെ എലമെന്റ് ആണ്. അപ്പൊ റോ നമ്പർ 2 ചേഞ്ചസ് ടു റോ നമ്പർ 2 പ്ലസ് 4 ടൈംസ് 1 എവിടുത്തെ എലമെന്റാ? റോ നമ്പർ 1ത്തെ എലമെന്റ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ ജനറൽ ആയിട്ട് എഴുതാം. അപ്പൊ R2 ചേഞ്ചസ് ടു R2 പ്ലസ് 4 ടൈംസ് R1. അപ്പോൾ റോ നമ്പർ 1ത്തെ എലമെന്റ്സിനെ അതേപോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് 1/3 1/3 0. For row number 2 changes to row number 2 plus 4 times row number 1. For row number 2 the first element -4 ആണ്. അപ്പോൾ -4 changes to -4 plus 4 into row number 1. അപ്പോൾ -4ന്റെ corresponding element എടുക്കുക, that is 1. Substitute ചെയ്യുക, calculate ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ -4 change to 0. -4ന്റെ ഭാഗത്ത് 0 എഴുതുക. 2 എടുക്കുക, 2 changes to 2 plus 4 into row number 1. 2ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താ? -1/3 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 - 4/3 ദാറ്റ് ഇസ് 2/3. അപ്പൊ 2 ചേഞ്ചസ് ടു 2/3. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 പ്ലസ് 4 ടൈംസ് റോ നമ്പർ 1. 0ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 1/3 ആണ്. നമുക്ക് എന്ത് കിട്ടും ആൻസർ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4/3. ഇനി 1നെ എടുക്കാം. അപ്പോൾ 1 ചേഞ്ചസ് ടു എന്താണ്? 1 ചേഞ്ചസ് ടു 1 പ്ലസ് 4 ടൈംസ് റോ നമ്പർ 1. അപ്പോൾ റോ നമ്പർ 1ത്തെ എലമെന്റ് എന്താ? 0 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെയാണ് കിട്ടുക. 1 ചേഞ്ചസ് ടു 1. ഇനി എന്ത് ചെയ്യണം? ഈ 2/3നെ 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2/3നെ 1 ആക്കാൻ 2/3നെ 1 ആക്കാൻ എന്ത് ചെയ്യുക? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഇസ് 3/2 അല്ലെ. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ 2/3 റോ നമ്പർ 2ത്തെ എലമെന്റ് ആണ്. അപ്പോൾ റോ നമ്പർ 2 ചേഞ്ചസ് ടു 3/2 ടൈംസ് റോ നമ്പർ 2. ഇപ്പോൾ റോ നമ്പർ 1ത്തെ എലമെന്റ്സ് അതേപോലെ എഴുതുക, ദാറ്റ് ഇസ് 1 മൈനസ് 1/3 1/3 0. 3/2 into 0 that is 0. 3/2 into 2/3 that is 1. 3/2 into 4/3 അതെന്താ? 3/2 into 4/3 ക്യാൻസൽ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കിട്ടും. 2 എഴുതാം. ഇനി 3/2 into 1 that is 3/2. ഇനി എന്ത് ചെയ്യണം? ഈ -1/3നെ 0 ആക്കി മാറ്റണം. നമ്മൾ ചേഞ്ച് കൊടുക്കേണ്ടത് റോ നമ്പർ 1നാണ്. അപ്പോൾ റോ നമ്പർ 1 ചേഞ്ചസ് ടു എന്താണ്? റോ നമ്പർ 1 പ്ലസ് 1/3 ഇൻറ്റു റോ നമ്പർ 2. ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ് വരിക. അത് ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്ത് ചേഞ്ചാണ് വരിക എന്ന്. റോ നമ്പർ 2ത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം, ദറ്റ് ഇസ് 0 1 2 3/2. ഇവിടുത്തെ എലമെന്റ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാവും. അപ്പോൾ 1 ചേഞ്ചസ് ടു എന്തായിരിക്കും? ഫസ്റ്റ് ആ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് എഴുതട്ടെ. അപ്പോൾ 1 ചേഞ്ചസ് ടു എന്താണ്? 1 ചേഞ്ചസ് ടു 1 പ്ലസ് 1/3 ഇൻറ്റു റോ 2. ഇപ്പോൾ റോ 2 എന്തായിരിക്കും? 1ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ദാറ്റ് ഇസ് 0. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 ഇവിടെ എഴുതാം 1. ഇനി എന്ത് ചെയ്യണം? -1/3 എടുക്കുക. -1/3 ചേഞ്ചസ് ടു -1/3 പ്ലസ് 1/3 ഇൻറ്റു റോ നമ്പർ 2. ഇപ്പോൾ റോ നമ്പർ 2 എന്തായിരിക്കും? ഇയാളുടെ കറസ്പോണ്ടിങ് എലമെന്റ് ദാറ്റ് ഇസ് 1. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. ഇവിടെ എഴുതാം 0. ഇനി നെക്സ്റ്റ് എലമെന്റ് എടുക്കുക, ദാറ്റ് ഇസ് 1/3. ഇപ്പോൾ 1/3 ചേഞ്ചസ് ടു എന്താണ്? 1/3 പ്ലസ് 1/3 ഇൻറ്റു റോ നമ്പർ 2. ഇപ്പോൾ റോ നമ്പർ 2 എന്താണ്? ഈ 1/3ന്റെ കോണ്ടിങ് എലമെന്റ് ദാറ്റ് ഇസ് 2. ഇപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 1 പ്ലസ് 2/3 that is 3/3 that is 1. അപ്പോൾ 1/3 ചേഞ്ചസ് ടു 1 എന്നാണ് കിട്ടിയത്. ഇനി ലാസ്റ്റ് എലമെന്റ് എടുക്കുക, ദാറ്റ് ഇസ് 0. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 പ്ലസ് 1/3 ഇൻറ്റു റോ നമ്പർ 2. അപ്പോൾ റോ നമ്പർ 2 എന്തായിരിക്കും? 3/2. ഇപ്പോൾ 3/2 എഴുതാം. അപ്പോൾ ക്യാൻസൽ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 1/2 എന്നാണ് കിട്ടുക. ഇവിടെ എഴുതാം 1/2. അപ്പോൾ നമ്മുടെ A ഇൻവേഴ്സ് എന്താണ്? A ഇൻവേഴ്സ് ഇസ് മെട്രിക്സ് 1 1/2 2 3/2. Okay.